വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിൽ ഭേദപ്പെട്ട പോളിംഗ് 5 മണിവരെ 60.19% പേർ വോട്ട് രേഖപ്പെടുത്തി. ബംഗാളിലും അസമിലുമാണ് കൂടുതൽ പോളിംഗ്. മഹാരാഷ്ട്രയിലാണ് കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയത്. 10 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശത്തെയും ഉൾപ്പെടെ 93 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത്. വോട്ടെടുപ്പിനിടെ ബംഗാളിൽ അക്രമമുണ്ടായി. പശ്ചിമബംഗാളിലെ മുഷിദാബാദിൽ സിപിഎം ബൂത്ത് ഏജന്റുമാർക്ക് നേരെ തൃണമൂൽ പ്രവർത്തകർ ബോംബെറിഞ്ഞു. സംഭവത്തിൽ സിപിഎമ്മും കോൺഗ്രസും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ജംഗിപൂരിൽ തൃണമൂൽ ബിജെപി പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. വിവരങ്ങളുമായി MG മിഥുൻ നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. മിഥുൻ, പ്രമുഖർ ഏറ്റുമുട്ടിയ മൂന്നാം ഘട്ടം എങ്ങനെയുണ്ടായിരുന്നു? പോളിംഗ് ശതമാനം പരിശോധിക്കുമ്പോൾ ഭേദപ്പെട്ട പോളിംഗ് എന്ന് പറയാൻ കഴിയുന്നുണ്ടോ? അതോടൊപ്പം തന്നെ പല സ്ഥലത്തും അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സമഗ്രമായ വിവരങ്ങൾ എങ്ങനെയാണ്? ആര്യ, ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 5 മണി വരെയുള്ള പോളിംഗ് ശതമാനം കണക്കുകളാണ് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. 60.19 പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് മൂന്നാം ഘട്ടത്തിൽ എന്നുള്ളതാണ് ഇതുവരെയുള്ളത്. 6 മണിയോട് അടുക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഔദ്യോഗിക കണക്കുകൾ പുറത്തുവിടേണ്ടതായിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തേക്കാൾ കുറവ് പോളിംഗ് ആയിരിക്കും ഇത്തവണ മൂന്നാം ഘട്ടത്തിൽ എന്നാണ് നമുക്ക് വിലയിരുത്താനാകുകയും ചെയ്യുന്നത്. അത്തരത്തിൽ കഴിഞ്ഞ 2 ഫേസിലും, ആദ്യഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും ഒക്കെ തന്നെ പോളിംഗ് ശതമാനം 5% താഴേക്ക് പോകുന്നത് കണ്ടു. മൂന്നാം ഘട്ടത്തിലെങ്കിലും വലിയ രീതിയിൽ പോളിംഗ് ശതമാനം ഉയരുമെന്നുള്ളൊരു കണക്കുകൂട്ടലായിരുന്നു BJP നേതൃത്വത്തിനുണ്ടായിരുന്നത്, NDA നേതൃത്വത്തിനുണ്ടായിരുന്നത്. പക്ഷേ ഈ മൂന്നാം ഘട്ടത്തിൽ പ്രധാനമായും നമ്മൾ എടുത്തു പറയേണ്ടത് ഗുജറാത്ത് അടക്കമുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലാണ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയും ചെയ്തത്. അവിടെയൊക്കെ തന്നെ BJP കൂടുതൽ സീറ്റുകൾ നേടാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളൊക്കെ തന്നെയാണ്. ഒപ്പം തന്നെ കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങൾ മേൽക്കേ ഉള്ളതും ഒപ്പം തന്നെ അവിടെ വിജയിച്ച് കയറിയതും 2019 BJP തന്നെയാണ്. അവിടെയൊക്കെ തന്നെ ഇത്തവണത്തെ പോളിംഗ് ശതമാനം ഉയരുകയാണെങ്കിൽ അത് നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നത് BJPക്ക് തന്നെയാണ്. പക്ഷേ നിലവിലെ കണക്കുകൾ അനുസരിച്ച് അത് എത്രത്തോളം പോകുമെന്നുള്ളതാണ്. കഴിഞ്ഞ തവണ നമുക്കറിയാം, അതായത് 2019 67.6% പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയെങ്കിൽ, പക്ഷേ ഇന്നത് ഔദ്യോഗിക കണക്കുകൾ ഇനി പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഇന്ന് 7% താഴേക്കാണ് 5 മണി വരെയുള്ള കണക്കുകൾ നമുക്ക് വ്യക്തമാകാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു 5% കൂടി കൂടുമെന്നുള്ള കാര്യമാണ് മാത്രമായിട്ടാണ് നമുക്കിപ്പോൾ ഈ ഒരു കണക്കുകൂട്ടലിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നത്. നിലവിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആസാമിലാണ്. ആസാമിൽ 74.86% പോളിംഗ് ആണ് ഇതിനോടകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2019 ആസാമിൽ 85.35% പോളിംഗ് രേഖപ്പെടുത്തിയ സംസ്ഥാനം കൂടിയായിരുന്നു ആസാം. രണ്ടാമത് ബംഗാളാണ്. വെസ്റ്റ് ബംഗാളിൽ 73.93% പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2019 ബംഗാളിൽ അന്ന് 81.66%, വലിയൊരു മികച്ച പോളിംഗ് ശതമാനമായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷേ ഇത് അതിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഇനി നമുക്ക് കണ്ടറിയേണ്ടതായിരിക്കുന്നത്. മറ്റൊന്ന് ഗോവയിലാണ്. ഗോവയിൽ 72.52% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിനോടകം. മഹാരാഷ്ട്രയിൽ 53.40% പോളിംഗ് മാത്രമാണ് ഇതിനോടകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത് ആസാമിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ മൂന്നാം ഫേസിൽ ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നമുക്കറിയാം, NCPയുടെ പിളർപ്പിനൊക്കെ ശേഷം തന്നെ വലിയ മുന്നേറ്റം, അതായത് ശരത് പവാറിന്റെ പക്ഷത്തിനാണോ അല്ലെങ്കിൽ അജിത് പവാർ പക്ഷത്തിനാണോ അല്ലെങ്കിൽ ശിവസേനയുടെ ഒക്കെ ഒരു മുന്നേറ്റം, അതിൽ ഏക്നാഥ് ഷിൻഡെ പക്ഷവും ഒപ്പം തന്നെ ഉദ്ധവ് താക്കറെ പക്ഷവും ഒക്കെ തന്നെ ഏറ്റവും പ്രധാനമായും നോക്കിക്കാണുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പോളിംഗ് ശതമാനം കുറഞ്ഞത് എല്ലാ പാർട്ടികളെയും തന്നെ വലിയ ആശയക്കുഴപ്പത്തിൽ ആക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഒപ്പം തന്നെ പ്രമുഖരടങ്ങിയ പല സ്ഥാനാർത്ഥികളും ഇന്നത്തെ ഈ ഒരു മൂന്നാം ഘട്ടത്തിൽ മത്സര രംഗത്തുണ്ടായിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ജനവിധി തേടിയിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മഹാരാഷ്ട്രയിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് സുപ്രിയ സുലെയും ഒപ്പം തന്നെ അജിത് പവാറിന്റെ ഭാര്യയും നേർക്കുനേർ മത്സരരംഗത്തേക്ക് ആദ്യമായി എത്തുന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അവിടെ ആര് വിജയിക്കുമെന്നുള്ള കണക്കുകൂട്ടലുണ്ട്. അവിടെയൊക്കെ തന്നെ ശക്തമായ പ്രചരണമായിരുന്നു കാഴ്ചവെച്ചത്. ശരത് പവാർ അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ രാവിലെ എത്തി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇന്ന് മത്സരരംഗത്തുണ്ടായിരുന്നു. മധ്യപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ശിവരാജ് സിംഗ് ചൗഹാനും ഒപ്പം തന്നെ ദിഗ്വിജയ് സിംഗും അടക്കം ഇന്ന് ജനവിധി തേടുകയും ചെയ്തിട്ടുണ്ട്. ആ മണ്ഡലത്തിലൊക്കെ തന്നെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ആവേശം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുമുണ്ട്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാകുന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഒടുവിൽ വിവരം ലഭ്യമാകുമ്പോൾ 5 മണി വരെയുടെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ 60.19% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഔദ്യോഗിക കണക്കുകൾ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് മേളിലേക്ക് പോകുമോ അല്ലെങ്കിൽ അതിൽ താഴേക്ക് വരുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ തവണ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 67.09% പോളിംഗ്. ശരി, MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.